നമസ്കാരം, സിനി ഭാരതിലേക്ക് സ്വാഗതം. സിനിമ ജീവവായു ആയിരുന്നിട്ടും 12 വർഷത്തോളം സിനിമയിൽ നിന്ന് വിലക്ക് കിട്ടിയ സംവിധായകനാണ് വിനയൻ. പക്ഷേ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം കേസ് വിജയിച്ചു. സിനിമയിലേക്ക് തിരികെ എത്തി. തന്റെ നിലപാടുകൾ ശരിയാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇപ്പോഴിതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്കുണ്ടായ വിലക്കിനെ അതിജീവിച്ചതിനെക്കുറിച്ചും നടൻ തിലകൻ നേരിട്ട കഷ്ടത്തെക്കുറിച്ചും അടുത്തതായി ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നടൻ വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ സിനിമയുടെ തന്നെ വിപ്ലവകരമായ ഒരു വിധി ഉന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ട് 4 വർഷമാവുകയാണ്. 2020 സിനിമയിൽ ഞാനെടുത്ത നിലപാടുകളെ ശരിവച്ചുകൊണ്ടുള്ള ആ സുപ്രധാന വിധി ഉണ്ടായത്. ജസ്റ്റിസ് നരിമാൻ, ജസ്റ്റിസ് നവീൻ സിൻഹ, ജസ്റ്റിസ് KM ജോസഫ് എന്നിവരാണ് ഇന്ത്യൻ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിക്കെതിരെ കൊടുത്ത അപ്പീൽ തള്ളിക്കൊണ്ട് ചരിത്രപരമായ വിധി പ്രഖ്യാപിച്ചത്. ഒരു പതിറ്റാണ്ടിൽ കൂടുതൽ എന്നെക്കൊണ്ട് സിനിമ ചെയ്യിക്കാതിരിക്കാൻ രഹസ്യവിലക്കുമായി നടന്ന ശ്രീ B ഉണ്ണികൃഷ്ണനും പരേതനായ ശ്രീ ഇന്നസെന്റും ഉൾപ്പെടെ വിലക്കിന് ചുക്കാൻ പിടിച്ച നിരവധി പ്രമുഖ സിനിമാ പ്രവർത്തകരും അവരുടെ സംഘടനകളും ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വന്ന ശിക്ഷ ലോക സിനിമാ രംഗത്തു തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു. കേരളത്തിലെ സിനിമാ മേധാവിത്വത്തിന്റെ ശക്തി മൂലം നമ്മുടെ മീഡിയകൾക്ക് നല്ല ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ ചരിത്രപരമായ വിധി ഇവിടെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല എന്നതാണ് സത്യം. ബഹുമാന്യനായ നടൻ തിലകൻ ചേട്ടനെ 2 വർഷം സിനിമാ സംഘടനകൾ വിലക്കിയതിനെ പറ്റി പറയുമ്പോഴും 12 വർഷം ആ വിലക്കിനെ നേരിട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് ഇൻഡസ്ട്രിയിൽ വന്ന ഒരു ചലച്ചിത്രകാരന്റെ സ്ട്രഗിൾ പലരും ചർച്ചകളിൽ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനുമായുള്ള ബന്ധം തിലകൻ ചേട്ടനെ വിലക്കിനും തിലകൻ ചേട്ടനുമായുള്ള ബന്ധം എൻ്റെ വിലക്കിനും പരസ്പരം കാരണമായിരുന്നു എന്നത് പലർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. തിലകൻ ചേട്ടന് അവസരം കൊടുക്കാതെ മാറ്റി നിർത്തിയത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ കേസിന് പോയത്. 89 പേജുള്ള വിധിന്യായത്തിൽ അത് വിശദമായി പറയുന്നുമുണ്ട്. തിലകൻ ചേട്ടൻ മരിച്ചു പോയതുകൊണ്ടായിരിക്കാം പലപ്പോഴും മീഡിയകൾ അദ്ദേഹം നേരിട്ട വിലക്ക് ചർച്ച ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ മരണശേഷം മലയാള സിനിമയിൽ ഒരു വ്യാഴവട്ടക്കാലത്തോളം ഞാൻ അനുഭവിച്ച ഊരുവിലക്കിനെ പറ്റി ചാനലുകളിൽ സ്റ്റോറികൾ വന്നേക്കാം. 2007 തുടങ്ങിയ വിലക്കിനെതിരെ വിധി വന്ന ശേഷം 2020 മാത്രമാണ് മനസ്സിന് ഇഷ്ടം പോലെ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിഞ്ഞത്. 2022 റിലീസ് ചെയ്ത 19-ാം നൂറ്റാണ്ട് എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു എന്ന് ആ ചരിത്രത്തെപ്പറ്റി നടന്ന നിരൂപണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അടുത്ത കാലത്തിറങ്ങിയ ചരിത്ര സിനിമകളേക്കാൾ ഒക്കെ മികച്ച നിലവാരം പുലർത്തിയ സിനിമയായിരുന്നു 19-ാം നൂറ്റാണ്ട് എന്ന ഒറ്റ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ആ ചർച്ചയ്ക്ക് തടയിടാനാണ് ഇവിടെയുള്ള ചില പ്രഗത്ഭ സിനിമാക്കാരും അവരുടെ കൂടെ ഉള്ളവരും ശ്രമിച്ചത്. ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ അതിനുശേഷം വന്ന ചില പ്രോജക്റ്റുകൾക്ക് ചുറ്റും പഴയ ഊരുവിലക്കിൻ്റെ കാണാപ്രേതങ്ങൾ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായി ആ പ്രേതങ്ങളുടെ ചെവിക്ക് പിടിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ തെളിവ് സഹിതം വിചാരണയ്ക്ക് എത്തിക്കുന്നതായിരിക്കും. താമസിക്കാതെ അപ്പോൾ ശിക്ഷ പഴയ പെനാൽറ്റി ആയിരിക്കില്ല. മറ്റൊരു മികച്ച സിനിമയുമായി നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ എത്തും. റിലീസ് 2025 അതിനുശേഷമായിരിക്കും അത്ഭുതദ്വീപിന്റെ 2ാം ഭാഗം ചിത്രീകരിക്കുക. സിനിമാ പ്രവർത്തകർ സിനിമയിലൂടെ കഴിവ് കാണിക്കുക, അല്ലാതെ രാഷ്ട്രീയക്കാർ ഇന്ന് കാണിക്കുന്ന സ്വജനപക്ഷപാതം പോലെ പിൻവാതിലുകളിൽ നിന്ന് കളിക്കാതിരിക്കുക. സ്നേഹത്തോടെ വിനയൻ വാക്കുകൾ നിർത്തുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്.